നെഹ്റു മുതൽ മോദി വരെ, അതായത് 1947 മുതൽ 2026 വരെയുള്ള സമയം, രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ദർശനങ്ങളെയും രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ ഒരു പാലമാണ്. ഒരു പുതിയ രാജ്യത്തിന്റെ അടിത്തറ പാകിയ നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ നിന്ന് ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു വൻ ശക്തിയായി മാറാൻ കൊതിക്കുന്ന ആധുനിക ഇന്ത്യയുടെ ശില്പിയായ മോദിയുടെ കാലഘട്ടത്തിലേക്കുള്ള വലിയൊരു ദൂരമാണ് ഈ കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കേവലം അധികാരത്തിൽ ഇരിക്കുക മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ സാമൂഹിക, സാമ്പത്തിക, നയതന്ത്ര മേഖലകളിൽ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയ സ്വാധീനം സമാനതകളില്ലാത്തതാണ്. നെഹ്റുവിന്റെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ വളരെ സങ്കീർണവും ദുർബലവുമായ ഒരവസ്ഥയാണ് കാണാൻ കഴിയുക. വിഭജനത്തിന്റെ മുറിവുകൾ, അതിർത്തി കടന്നെത്തിയ വലിയ അഭയാർത്ഥി പ്രവാഹം, അതിരൂക്ഷമായ ദാരിദ്ര്യം, വിഭവങ്ങളുടെ കടുത്ത ദൗർലഭ്യം, പരിതാപകരമായ സാക്ഷരതാ നിരക്ക്, വളരെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിങ്ങനെ രാജ്യമെന്ന് നേരിട്ടിരുന്ന വെല്ലുവിളികൾ നിരവധിയായിരുന്നു. വെറുമൊരു ഭരണാധികാരി എന്നതിനേക്കാൾ ഇന്ത്യ എന്ന ഒരു രാഷ്ട്രത്തെ ശൂന്യതയിൽ നിന്ന് കെട്ടിപ്പടുക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിനും ഭിന്നതകൾ ഇല്ലാതാക്കുന്നതിനുമായി അദ്ദേഹം ഭരണഘടനാ സ്ഥാപനങ്ങളെയും പാർലമെന്ററി ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തി. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളുമുള്ള അതിവിശാലമായ ഒരു രാജ്യത്ത് പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം നൽകിക്കൊണ്ട് ജനാധിപത്യം വിജയകരമായി നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. ഇതിനായി അദ്ദേഹം പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കുകയും അടിസ്ഥാന സാമ്പത്തിക ആസൂത്രണത്തിന് തുടക്കമിടുകയും ചെയ്തു. വലിയ അണക്കെട്ടുകൾ, ഉരുക്ക് നിർമ്മാണശാലകൾ, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയെ അദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. IIT-കൾ പോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങളും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി ഉയർന്നു വന്നവയാണ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് ശീതസമരകാലത്തും അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ പക്ഷം പിടിക്കാതെ ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ നെഹ്റുവിന് സാധിച്ചു. ഈ അടിയുറച്ച അടിത്തറയിലാണ് ഇന്നത്തെ ഇന്ത്യ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. 8 പതിറ്റാണ്ടുകൾക്കിപ്പുറം നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യങ്ങൾ തികച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന നെഹ്റുവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി രാഷ്ട്രീയ സ്വയം സേവക് സംഘിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയിലൂടെയും സാധാരണ നിലയിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരു ജനകീയ നേതാവാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മികച്ച ഭരണ മികവ് തെളിയിച്ച അദ്ദേഹം 2014 ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. പിന്നീട് 2019-ലും 2024-ലും തുടർച്ചയായി 3-ാം വട്ടവും വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അധികാരത്തിലെത്തി. കോൺഗ്രസ് ഇതര പാർട്ടികളിൽ നിന്ന് ഇത്രയധികം കാലം അധികാരത്തിലിരിക്കുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി. സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെയും ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങൾ പ്രധാനമായും വിലയിരുത്തപ്പെടേണ്ടത്. ആധാർ നമ്പറും മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ജൻധൻ പദ്ധതി രാജ്യത്തിന്റെ സാമ്പത്തിക വിനിമയ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. ഇന്ന് UPI മുഖേന കോടിക്കണക്കിന് ഡിജിറ്റൽ ഇടപാടുകളാണ് ഓരോ മാസവും ഇന്ത്യയിൽ നടക്കുന്നത്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാനും ഇടനിലക്കാരില്ലാതെ സർക്കാർ സഹായങ്ങളും സബ്സിഡികളും നേരിട്ട് ജനങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാനും ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വലിയ പങ്കുവഹിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ ഭരണത്തിന് കീഴിൽ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ സർക്കാരിന് സാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ ദർശിച്ചത്. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും നീളുന്ന പുതിയ എക്സ്പ്രസ് വേകൾ, ലോകോത്തര നിലവാരമുള്ള വിമാനത്താവളങ്ങൾ, വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ, ഗതിശക്തി, ഭാരത് മാല തുടങ്ങിയ അതിവിപുലമായ പദ്ധതികൾ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. ഗ്രാമീണ മേഖലകളിൽ എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ, എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീട് നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത്, ശുചിത്വം ലക്ഷ്യമിട്ടിട്ടുള്ള സ്വച്ഛ് ഭാരത് തുടങ്ങിയ പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക രംഗത്ത് രാജ്യമൊട്ടാകെ ഒരൊറ്റ നികുതി സംവിധാനമായ ചരക്ക് സേവന നികുതി നടപ്പാക്കിയതും പ്രതിസന്ധി നേരിടുന്ന വ്യവസായങ്ങൾക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചതും രാജ്യത്തേക്ക് വലിയ തോതിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സഹായിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ G20 ഉച്ചകോടിക്ക് വിജയകരമായി നേതൃത്വം നൽകിയതും ഇന്ത്യയെ ആഗോള വേദിയിലെ നിർണായക ശക്തിയാക്കി മാറ്റി. പരമ്പരാഗതമായ ചേരിചേരാ നയത്തിൽ നിന്ന് മാറി എല്ലാ രാജ്യങ്ങളുമായും ഒരുപോലെ സഹകരിക്കുന്ന കൂടുതൽ പ്രായോഗികമായ നയതന്ത്ര ബന്ധങ്ങളാണ് പുതിയ ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇന്ത്യയുടെ കഴിഞ്ഞ 8 ദശാബ്ദങ്ങളിലെ വളർച്ച അവിശ്വസനീയമാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കേവലം 34 കോടി മാത്രം ജനസംഖ്യയുണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 146 കോടി ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രമാണ്.
ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിൽ എത്തിയതിന്റെ വ്യക്തമായ തെളിവാണ് വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വലിയ വർധനവ്. ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ 17 കോടി വോട്ടർമാരും 53 പാർട്ടികളും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് വോട്ടർമാരുടെ എണ്ണം 98 കോടിയും പാർട്ടികളുടെ എണ്ണം 744ആയും വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വിപുലമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. സാമ്പത്തിക രംഗത്തും സമാനതകളില്ലാത്ത കുതിപ്പാണ് നമ്മൾ കണ്ടത്. ഒരു കാലത്ത് സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിട്ട ഒരു രാജ്യത്ത് നിന്ന് ഇന്ന് 357 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ വളർന്നിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് നമ്മുടേത്. വിദേശ നയതന്ത്ര രംഗത്തും രാജ്യത്തിന്റെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിച്ചു. നെഹ്റു തന്റെ ആദ്യ ഊഴത്തിൽ വിരലിലെണ്ണാവുന്ന വിദേശ സന്ദർശനങ്ങൾ മാത്രം നടത്തിയപ്പോൾ ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനായി 190ലധികം വിദേശ സന്ദർശനങ്ങളാണ് മോദി ഇതുവരെ നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ പ്രകടമാണ്. വളരെ ചുരുക്കം ചില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലത്ത് നിന്ന് മാറി ഇന്ന് IIT-കളുടെയും IIM-കളുടെയും വലിയൊരു ശൃംഖല തന്നെ രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്യുന്നത് എപ്പോഴും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വഴിവെക്കാറുണ്ട്. കാരണം അവർ രണ്ടുപേരും ഇന്ത്യയുടെ ഭാവി വികസനത്തെക്കുറിച്ച് രണ്ട് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുന്നവരാണ്. നെഹ്റുവിന്റെ പൈതൃകം അടിസ്ഥാനപരമായ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും ആസൂത്രണ വികസനത്തിലുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ മറുവശത്ത് മോദിയുടെ പൈതൃകം അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതിക വിദ്യയുടെ വിപുലമായ ഉപയോഗത്തിലുമുള്ള കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിലും ആഗോള വേദിയിലെ ഇന്ത്യയുടെ കൂടുതൽ ശക്തമായ സാന്നിധ്യത്തിലുമാണ് വേരുറപ്പിച്ചിരിക്കുന്നത്. ആരാണ് ഇന്ത്യയെ കൂടുതൽ സ്വാധീനിച്ചത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വാദപ്രതിവാദങ്ങൾ തുടർന്നേക്കാം. രാഷ്ട്രീയ എതിരാളികളും അനുകൂലികളും അവരവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഇവരുടെ ഭരണ നേട്ടങ്ങളെ വ്യാഖ്യാനിക്കുകയും ചെയ്തേക്കാം. എങ്കിലും ഈ രണ്ട് നേതാക്കളും അവരവരുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ മറ്റാർക്കും കഴിയാത്ത വിധത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചത് എന്നതൊരു അനിഷേധ്യമായ സത്യമാണ്. നെഹ്റുവിന്റെ രാജ്യനിർമ്മാണ കാലഘട്ടത്തിൽ നിന്നും മോദിയുടെ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഈ വലിയ യാത്ര ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരിണാമത്തിന്റെ കഥയാണ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.